ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള മിഡിൽ ഈസ്റ്റ് ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇറാനിന് മേലിൽ ട്രംപ് നടത്താനിരിക്കുന്ന ആക്രമണം പോസ്റ്റ്പോണ്ട് ചെയ്തു വെച്ചു. അപ്പോൾ ഇതിന് വ്യക്തമായിട്ട് രണ്ട് കാരണങ്ങളാണ് സൂചിപ്പിക്കപ്പെടുന്നത്. അതിലൊന്ന്, ആയുധ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് അമേരിക്ക കൃത്യമായിട്ട് ആയുധ ശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള തരത്തിലുള്ളൊരു വാദം വരുന്നുണ്ട്. അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളുടെ റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട്, അതായത് സൗദി അറേബ്യ, ഖത്തർ, UAE പോലത്തെ ഈ റീജിയണൽ പവർ ആയിട്ടുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ട്രംപിൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടതായിട്ട്, അതായത് ഡീലിലേക്ക് പോവാം, ശക്തമായ ആക്രമണം നടത്തേണ്ടതില്ല എന്നുള്ള തരത്തിൽ ട്രംപിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തതായിട്ട് ട്രംപ് പറയുന്നുണ്ട്. അതേസമയം ട്രംപ് മറ്റ് ചില കാര്യങ്ങളും കൂടി അതിനോടൊപ്പം പറയുന്നുണ്ട്. അതിനുമുമ്പ് തന്നെ ഒരു വിഷയം ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ട്രംപ് ശക്തമായ രീതിയിൽ ഇറാനിന് മേലിൽ ആക്രമണം നടത്താൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ച ഉടനെ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസിൽ പെർ ഡേ 33, 34, 36 കപ്പലുകളോളം കടന്നു പോയിക്കൊണ്ടിരുന്നു, ഇൻക്ലൂഡിങ് ബാബൽ മന്ദേബ്, അതേപോലെ തന്നെ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസ്. ആ രണ്ട് ഏരിയകളിലും കൃത്യമായിട്ട് 30-ലധികം കപ്പലുകൾ പെർ ഡേ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നതാണ്. ട്രംപ് ആക്രമണം നടത്തുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം ക്രമേണ അത് കുറഞ്ഞിട്ടുണ്ട്. 9 കപ്പലായി. ഇപ്പം ഇന്നലെ നിങ്ങൾ നോക്കൂ, 6 കപ്പലുകൾ മാത്രമാണ് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസ് ബാബൽ മന്ദേബിലൂടെ കടന്നുപോയത്. യൂറോപ്യൻ മേഖലയിലേക്ക് പോകേണ്ട കപ്പലുകളെല്ലാം തന്നെ ഇപ്പം ആഫ്രിക്കയെ വലം വെച്ചുകൊണ്ടാണ് ഇപ്പം യൂറോപ്പിലേക്ക് എത്തിപ്പെടുന്നത്. ആക്രമണം നടത്തുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം കുറച്ചുകൂടെ സ്മൂത്തായിട്ട് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നതിന് പകരം വളരെ റെസ്ട്രിക്റ്റഡ് മോഡിൽ കുറഞ്ഞ അളവിലാണ് കപ്പലുകൾ ട്രാൻസ്ഷിപ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ഈ കോൺഫ്ലിക്റ്റ് മേഖലയിൽ. ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇത് ശരിക്കും ആ മേഖലയിൽ ഒരു സമാധാനം പുനഃസ്ഥാപിക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ് ഇപ്പം നിലനിൽക്കുന്നതെന്നാണോ, അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ശക്തമായ രീതിയിൽ കോൺഫ്ലിക്റ്റ് നടക്കുമെന്നാണോ എന്നുള്ള ചോദ്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ തന്നെ വെക്കുകയാണ്. പക്ഷെ അതിനോടൊപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയ വിഷയത്തിൽ നിന്നും കുറച്ച് ഡീപ്പായിട്ട് ട്രംപ് പറഞ്ഞു വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ കൃത്യമായിട്ട് അറബ് രാജ്യങ്ങളെ ബ്ലെയിം ചെയ്തുകൊണ്ടാണ് ട്രംപ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. അതായത് ഞാൻ എപ്പോഴൊക്കെ ശക്തമായ രീതിയിൽ അറ്റാക്ക് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ അറബ് രാജ്യങ്ങൾ ഇടയ്ക്ക് വീണിട്ട് കയ്യും കാലും പിടിച്ച് ഞങ്ങൾ ഇറാനുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതൊരു പരിധിവരെ ഒരു സെറ്റിൽമെൻറ്റ് രീതിയിൽ മുന്നോട്ട് പോവുകയാണ്, സോ ഒരു ഡീലിലേക്ക് എത്തിപ്പെടും, ഇറാൻ ഞങ്ങളുമായിട്ട് വളരെ റിക്വസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള തരത്തിലൊക്കെ ട്രംപിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നതായിട്ടാണ് ട്രംപ് ആവർത്തിച്ച് വീണ്ടും പറയുന്നത്. അതുമാത്രമല്ല, ട്രംപ് 2 വിഷയങ്ങളും കൂടി പറഞ്ഞിട്ടുണ്ട്. എന്ത് തരത്തിലുള്ള നെഗോസിയേഷൻ ആണെങ്കിലും ഇറാനുമായിട്ട് ഒരു കരാറിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഇറാൻ ആണവായുധം പാടില്ല, എൻറിച്ച്മെൻറ്റ് പാടില്ല. അതുപോലെ തന്നെ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസ് അണ്ടർ അമേരിക്കൻ കൺട്രോളിലായിരിക്കും. ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. പക്ഷേ ഇറാൻ എങ്ങനെയാണ് പെരുമാറുന്നത് പറഞ്ഞാൽ, ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അമേരിക്കയുമായിട്ട് യാതൊരു വിധത്തിലുള്ള ചർച്ചകളും ചെയ്യുന്നില്ല, മറിച്ച് ഞങ്ങൾ ചർച്ച നടത്തുന്നതെല്ലാം ഒമാനുമായിട്ടാണ്. ഒമാനും ഞങ്ങളും തമ്മിൽ ഒരു ധാരണയിൽ എത്തിപ്പെട്ട് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസ് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ ചർച്ച നടത്തുന്നത്. അല്ലാതെ അമേരിക്കയുമായിട്ട്, എനിമീസുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു വിധ ചർച്ചയും ഇല്ല എന്നുള്ള തരത്തിൽ ഇറാൻ വീണ്ടും ഇത്തരത്തിലുള്ള ബോൾഡ് എന്ന് മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്ക വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു അറ്റാക്ക് നടത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വരുന്നത്. ഓവറോൾ ഈ ഒരാഴ്ച ഇങ്ങനെ തന്നെ കടന്നു പോകും. പക്ഷേ നെക്സ്റ്റ് വീക്ക് തീർച്ചയായിട്ടും ഒരു ആക്രമണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ വീണ്ടും ആയുധ ഇറക്കുമതിയും അതേപോലെ എയർക്രാഫ്റ്റ് ഇറക്കുമതിയും നടത്തുന്നുണ്ട് അമേരിക്ക. പ്രത്യേകിച്ച് ഏതൊക്കെ മേഖലകളിൽ ഷോർട്ടേജ് ഉണ്ടോ, പ്രത്യേകിച്ച് ഇപ്പം ഇൻ്റർസെപ്റ്റർ, പ്രത്യേകിച്ച് പാട്രിയോട്ട് എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ഇൻ്റർസെപ്റ്റർ ഷോർട്ടേജ് ഉണ്ടെന്ന് പറഞ്ഞതിനെ തുടർന്ന് അമേരിക്ക പ്രൊഡക്ഷൻ ഇരട്ടിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അമേരിക്ക പാട്രിയോട്ട് എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ഇൻ്റർസെപ്റ്റേഴ്സ് ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് കൊടുത്തിട്ടുണ്ടോ ആ രാജ്യങ്ങളിൽ നിന്നെല്ലാം ഇൻ്റർസെപ്റ്റേഴ്സ് തിരിച്ചു വാങ്ങിക്കുകയാണ്. അത് റിട്ടേൺ ചെയ്ത് മിഡിൽ ഈസ്റ്റ് മേഖലയിലേക്ക് കൊണ്ടുവരികയാണ്. സൗത്ത് കൊറിയയിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ എവിടെയൊക്കെ അമേരിക്ക സപ്ലൈ ചെയ്തിട്ടുണ്ടോ അതെല്ലാം തന്നെ മിഡിൽ ഈസ്റ്റ് മേഖലയിലേക്ക് കൊണ്ടുവരികയാണ്. മിഡിൽ ഈസ്റ്റ് മേഖലയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വേറെ എവിടെയും കൊണ്ടുവെക്കുന്നില്ല. ഇപ്പം ഇന്നലെ തന്നെ നോക്കൂ, മൾട്ടിപ്പിൾ ഷട്ടിലാണ് ഗ്രീസിലേക്ക് നടത്തിയത്. അമേരിക്കയിൽ നിന്നും ഗ്രീസിലേക്ക് ആയുധങ്ങൾ കൊണ്ട് ഇറക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ 22 റീഫ്യൂവലിംഗ് എയർക്രാഫ്റ്റുകൾ അഡീഷണൽ ആയിട്ട് പ്രത്യേകിച്ച് ഇസ്രായേൽ എയർപോർട്ടിലേക്ക് വീണ്ടും കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ യുദ്ധസന്നാഹം കൃത്യമായിട്ട് അമേരിക്ക വീണ്ടും വർദ്ധിപ്പിക്കുകയാണ് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ. ഇത് എന്തിൻ്റെ സൂചനയാണെന്ന് പറഞ്ഞാൽ, പണ്ട് ഇറാൻ വെറുതെ ഇരുന്നാൽ തന്നെയും അങ്ങോട്ട് ആക്രമണം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്ന അമേരിക്ക, അതേപോലെ ഇസ്രായേൽ, തീർച്ചയായിട്ടും ഇറാൻ ഒരു കോൺഫ്ലിക്റ്റിൽ പെട്ട് കിടക്കുമ്പോൾ അവരെ
ഈ രീതിക്ക് ഒഴിവാക്കി വിടുമെന്ന് ആർക്കും തന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇറാന് മേളിൽ ആക്രമണം നടത്തും. അത് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഒരു പ്രൈവറ്റ് ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഇറാൻ ഇത്തവണ ഇസ്രായേലിന് മേളിൽ ആക്രമണം നടത്തിയിട്ടില്ല, അത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് നെതന്യാഹു ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നത് അത് വേറൊന്നും കൊണ്ടല്ല, ഇറാൻ വീക്കായിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണത് എന്നാണ് പുള്ളിക്കാരൻ വളരെ വൃത്തിയായിട്ട് പറഞ്ഞു വെച്ചത്. അതായത് ഇത്തവണ അമേരിക്ക ഇസ്രായേലിൻ്റെ ബേസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അറ്റാക്ക് നടത്തിയത്. ആ ഒരു വെളിപ്പെടുത്തലും കൂടി പുള്ളിക്കാരൻ ഓപ്പണായിട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഇറാൻ ഇസ്രായേലിനെതിരെ ഭീഷണി മാത്രമേ മുഴക്കിയിട്ടുള്ളൂ, അറ്റാക്ക് നടത്തിയിട്ടില്ല. കാരണം അവരുടെ അവർക്ക് വെപ്പൺ ഷോർട്ടേജ് ഉണ്ട്, മിസൈൽ സിസ്റ്റംസ് അവരുടെ അടുത്ത് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തി കഴിഞ്ഞാൽ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർ ഇസ്രായേലിനെ ടച്ച് ചെയ്യാത്തത് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റും കൂടി പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇറാന്റെ ഫോറിൻ മിനിസ്ട്രിയുടെ സ്പോക്സ് പേഴ്സണാണ് ഞങ്ങൾ ഒമാനുമായിട്ട് മാത്രമാണ് ചർച്ച നടത്തിയിരിക്കുന്നത്, ഞങ്ങൾ മറ്റാരുമായിട്ടും ചർച്ച നടത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ് പറഞ്ഞത് അമേരിക്കയും ഇറാനും തമ്മിൽ ഡയറക്റ്റ് ടോക്കോ ഒരിക്കലുമില്ല, ഞങ്ങളറിയാത്തൊരു ഡയറക്റ്റ് ടോക്ക് നടക്കാൻ യാതൊരു സാധ്യതയും ഇല്ല എന്നാണ് പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ് പറഞ്ഞു വെച്ചത്. ഇപ്പം ഇതിനകത്ത് നമ്മളൊരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത്, മീഡിയേഷൻ നടക്കുന്നില്ല, ചർച്ച നടക്കും എന്ന ഒരു പേര് പറഞ്ഞുകൊണ്ട് ഇറാന് മേൽ നടത്താനിരിക്കുന്ന ആക്രമണം ഒന്ന് നീട്ടിവെച്ചു എന്ന് മാത്രം. അതേസമയം ഇറാനുമായിട്ട് ക്രിയാത്മകമായ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നില്ല, ഒരു സ്റ്റാർട്ടപ്പ് ചർച്ച പോലും നടത്തിയിട്ടില്ല. അതാണ് നിലവിലെ യാഥാർത്ഥ്യം. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ വെറും 6 ഷിപ്പുകൾ മാത്രമാണ് ഇന്നലെ കടന്നു പോയിരിക്കുന്നത്. ഇത് വീണ്ടും മറ്റു പല രാജ്യങ്ങൾക്കിടയിലും എണ്ണവില വർദ്ധിപ്പിക്കാനും ആ രാജ്യത്തിൻ്റെ ഉള്ളിലെ ഇൻഫ്ലേഷൻസ് വർദ്ധിപ്പിക്കാനും ശരിക്കും മറ്റുള്ള രാജ്യങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ഇതിനേക്കാളും കൂടുതൽ കപ്പലുകൾ കടന്നു പോയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ നിന്നും ചർച്ചയിലേക്ക് രണ്ട് രാജ്യങ്ങളും മാറിയ സ്ഥിതിക്ക് കൂടുതൽ കപ്പലുകൾ കടന്നു പോകുന്നതിന് പകരം കപ്പലുകളുടെ എണ്ണം വളരെ വളരെ കുറവാണ്, കപ്പലുകളുടെ കടന്നുപോക്ക് വളരെ വളരെ കുറവായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞ വിഷയങ്ങളെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുമായിരിക്കും. കൃത്യമായിട്ട് അമേരിക്ക വീണ്ടും ഒരു സ്ട്രൈക്ക് നടത്തും, എഫക്റ്റീവായിട്ടുള്ള ഒരു സ്ട്രൈക്ക് നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് ഇസ്രായേലിൻ്റെ ബേസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നടത്തും. ഇസ്രായേലിൻ്റെ ബേസിൻ്റെ പേര് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ഉള്ളിലുള്ള ഒവ്ദ എയർബേസ്, ഇസ്രായേലിൻ്റെ ഉള്ളിലുള്ള ഒവ്ദ എയർബേസ് എന്ന് പറഞ്ഞ ബേസിലാണ് കംപ്ലീറ്റ് കാര്യങ്ങളും കൊണ്ട് ഇറക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തവണ ഇസ്രായേലിൻ്റെ ബേസിൽ നിന്ന് വളരെ ഓപ്പണായിട്ട് അറ്റാക്ക് നടത്തും. അതിൻ്റെ സൂചനയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വെളിപ്പെടുത്തൽ. അതായത് അമേരിക്ക യൂറോപ്പിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത് ഫ്ലൈറ്റ് ഇസ്രായേലിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് അവിടെ വീണ്ടും റീഫ്യൂലിംഗ് ചെയ്ത് ഇറാഖിൻ്റെ എയർ സ്പേസിലൂടെ ഇറാൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറി അറ്റാക്ക് നടത്തുകയാണ്. സൗദിയുടെ എയർ സ്പേസിലൂടെ, അതേപോലെ ജോർദാൻ്റെ സൈഡിൽ നിന്നും ഇത്തരത്തിൽ ഇറാനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന രാജ്യങ്ങളുടെ എയർ സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ വ്യക്തമായിട്ട് നെതന്യാഹു തുറന്നു പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി ഇറാൻ അവരുടെ പവർ വെറുതെ സ്റ്റേറ്റ്മെന്റിലൂടെ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുമോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇസ്രായേലിനെതിരെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുമോ എന്നുള്ളത് കണ്ടറിയണം. ഈ വിഷയം തന്നെ അബ്ബാസ് അരക്ചി ഇന്നലെ ഇറാൻ വിസിറ്റ് ചെയ്ത സമയത്ത്, ഇറാന്റെ കർബല വിസിറ്റ് ചെയ്ത സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞത് അമേരിക്കയുമായിട്ട് ഞങ്ങൾക്ക് യാതൊരുവിധ ചർച്ചയും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്തിന് അമേരിക്കയുമായിട്ട് ചർച്ച നടത്തണം എന്നാണ് അബ്ബാസ് അരക്ചി ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് പാകിസ്ഥാൻ്റെ ഉള്ളിൽ അവിടെ നഖ്വി എന്ന് പറഞ്ഞൊരു മിനിസ്റ്റർ ഉണ്ട്, ഇൻറ്റീരിയർ മിനിസ്റ്റർ. അയാളാണ് ഇന്ത്യ പാകിസ്ഥാൻ്റെ ചാമ്പ്യൻസ് ട്രോഫി, ഇന്ത്യ വിജയിച്ച കപ്പ് പാകിസ്ഥാൻ എടുത്തുകൊണ്ട് പോയത്. അത്തരത്തിലുള്ള ബിരുദനാണ് അയാൾ. അപ്പോൾ പുള്ളിക്കാരനാണ് ഇറാനുമായിട്ട് ഇപ്പം ഈ അസി മുനീറിന് പകരം 2-3 വട്ടം പോയി അബ്ബാസ് അരക്ചിയൊക്കെ കണ്ട് ചർച്ച നടത്തിയത്. പുള്ളിക്കാരൻ പാകിസ്ഥാൻ്റെ നിലവിലെ ഭരണകൂടത്തിനെതിരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. അതായത് ഇതേപോലത്തെ ഒരു കഴിവുകിട്ട ഭരണകൂടം പാകിസ്ഥാനിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് പുള്ളിക്കാരൻ്റെ നിലപാട്. എന്തുകൊണ്ടാണ് പുള്ളി അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, പാകിസ്ഥാൻ്റെ ഉള്ളിൽ നടക്കുന്ന അൺസർട്ടനിറ്റി, ഇന്നലെ പോലും പാകിസ്ഥാൻ്റെ ഉള്ളിൽ POK മേഖലയിൽ പാകിസ്ഥാൻ്റെ ആർമി വെടിവെപ്പ് നടത്തിയിട്ടുണ്ട്, നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. എത്ര പേരാണ് എന്നുള്ള വിശദ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതേസമയം ഖൈബർ പഖ്തൂൺഖ്വ മേഖലയായിക്കോട്ടെ, ബലൂചിസ്ഥാൻ മേഖലയായിക്കോട്ടെ, ഇന്ത്യയുമായിട്ട് നടക്കുന്ന വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമായിക്കോട്ടെ, ഇതെല്ലാം തന്നെ വല്ലാത്ത രീതിയിൽ പാകിസ്ഥാൻ്റെ ഉള്ളിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിന്, പ്രത്യേകിച്ച് ഷഹബാസ് ഷെരീഫിനെതിരെ ഒരു ആയുധമായിട്ട് ഇന്റീരിയർ മിനിസ്റ്റർ മുഹമ്മദ് നഖ്വി ഉപയോഗിക്കുന്നുണ്ട്. സെലൻസ്കി ആണെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയ്ക്ക് മേളിൽ ഏർപ്പെടുത്തിയ സാങ്ഷൻസ് അത് അത്ര എഫക്റ്റീവായിട്ട് നടപ്പിലാക്കപ്പെടുന്നില്ല,
അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും കാലം റഷ്യക്കെതിരെ അറ്റാക്ക് നടത്തേണ്ടി വരുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ വളരെ ഷോർട്ട് പീരീഡിൽ, അതായത് കഴിഞ്ഞ പ്രാവശ്യം യൂറോപ്യൻ യൂണിയനിൽ ചെന്ന് സംസാരിച്ചത് ജസ്റ്റ് നിങ്ങളുടെ സപ്പോർട്ട് മാത്രം മതി, 6 മാസം കൊണ്ട് ഞാൻ റഷ്യയെ മുട്ടുകുത്തിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ ക്ലാപ്പ് വാങ്ങിച്ചുകൊണ്ട് പോയ വ്യക്തിയാണ് നമ്മുടെ സെലൻസ്കി. ഞാൻ 1-2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉക്രൈനിലെ സെലൻസ്കി ഈ യുദ്ധത്തിനെ എങ്ങനെയാണ് കാണുന്നത്, പണമുണ്ടാക്കാനുള്ള ഒരു ആയുധമായിട്ടാണ് ഈ യുദ്ധത്തിനെ സെലൻസ്കി നോക്കി കാണുന്നത്. സെലൻസ്കിക്ക് സൗത്ത് ആഫ്രിക്കയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അതേപോലെ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ പല ഏരിയകളിലും ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ശരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ മണിയുടെ സോഴ്സ് അത് വളരെ വ്യക്തമായിട്ട് പുറത്തു വരും എന്നുള്ള വാർത്തകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ 1.5 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങാണ്ട് പറഞ്ഞ വാർത്തയാണ് ഇന്നലെ ഏഷ്യാനെറ്റിൽ ആരോ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് ഞാൻ കണ്ടത്. ഇന്ത്യയുടെ ഫോറിൻ അഫയേഴ്സിൽ വർക്ക് ചെയ്തിരുന്ന വ്യക്തിയാണ് അവർ ഇൻ്റർവ്യൂ കൊടുത്തിരുന്നത്. പുള്ളിക്കാരൻ തന്നെ വളരെ ഓപ്പണായിട്ട് പറയുകയാണ്, സെലൻസ്കിക്ക് പണം ഉണ്ടാക്കാനുള്ള ഒരു ആയുധമാണ് ഇപ്പം നടക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം എന്നുള്ള രീതിയിലാണ് ആ ഒരു ചർച്ച ഉടനീളം നടന്നത്. അപ്പം അത് നമ്മൾ അത്രത്തോളം മുൻകൂട്ടിയാണ് നമ്മൾ നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ എത്തിക്കുന്നത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് തിരിച്ചറിയാനും ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരു റിപ്പോർട്ട് രേഖപ്പെടുത്താനും ഇത്രയും കാലയളവ് എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ സെലൻസ്കി ഇപ്പം വറീഡാകുന്നത് വിൻ്റർ സീസൺ വരാൻ പോവാണ്, ഞങ്ങൾക്ക് ഇൻ്റർസെപ്റ്റേഴ്സ് ഇല്ല, അപ്പോൾ അതുകൊണ്ട് റഷ്യയുടെ ആക്രമണങ്ങളെ ചേർത്ത് തോൽപ്പിക്കുക എന്നുള്ളത് വളരെ വലിയൊരു വളരെയധികം വെല്ലുവിളി ഉയർത്തുന്ന ഒരു സംഗതിയാണെന്നാണ് സെലൻസ്കി ആശങ്കപ്പെടുന്നത്. സെലൻസ്കിയുടെ ആശങ്കകളൊക്കെ ശരി തന്നെയാണ്, ഇല്ലാന്നില്ല. പക്ഷേ അമേരിക്ക തന്നെ ഇൻ്റർസെപ്റ്റേഴ്സിന് വേണ്ടിയിട്ട് സൗത്ത് കൊറിയയിൽ നിന്നൊക്കെ ഇൻ്റർസെപ്റ്റേഴ്സ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ടാണ് അടുത്ത ആഴ്ച ഇറാനെ അറ്റാക്ക് ചെയ്യാനിരിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് അത്ര എളുപ്പത്തിൽ ഇൻ്റർസെപ്റ്റേഴ്സ് ഉക്രൈൻ്റെ ഉള്ളിൽ കൊടുക്കാൻ ഇപ്പോൾ ഇല്ല കയ്യിൽ. അതാണ് യാഥാർത്ഥ്യം. ഇനി മറ്റുള്ള രാജ്യങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ച് ഉപയോഗിക്കാം. മീൻസ് പാട്രിയോട്ട് എയർ ഡിഫൻസ് സിസ്റ്റം മാറ്റി വെച്ചിട്ട് യൂറോപ്പിൻ്റെ അടുത്തോ അല്ലെങ്കിൽ എയർ ഡിഫൻസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ എയർ ഡിഫൻസ് സിസ്റ്റം ആരുടെ കയ്യിൽ വിത്ത് ലോഡോടുകൂടി ഇരിപ്പുണ്ടോ അതൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കാവുന്നതാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ കൊടുക്കും എന്ന് പറയും, ഞങ്ങൾ തരാം എന്നൊക്കെ പറയും, പക്ഷേ കൊടുക്കില്ല. അതാണ് യൂറോപ്യൻസ്. അപ്പോൾ അതുകൊണ്ട് സെലൻസ്കി ഇച്ചിരി വറീഡാണ്. ശരിക്കും യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയ്ക്ക് മേളിൽ ഏർപ്പെടുത്തിയ സാങ്ഷൻസ്, ആദ്യഘട്ട സാങ്ഷൻസ് തന്നെ ശരിക്കും നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് ഏർപ്പെടുത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇത്രയ്ക്ക് വറീഡാവേണ്ട ആവശ്യമില്ലായിരുന്നു. 14, 15, 20, 22 സാങ്ഷൻസ് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ഒറ്റ സാങ്ഷൻസ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മതിയായിരുന്നു. കാരണം അത് സാധിക്കുന്നില്ല. ഇപ്പോഴും റഷ്യയുടെ കയ്യിൽ നിന്ന് ഗ്യാസും എണ്ണയൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എങ്ങനെയാണ് റഷ്യയ്ക്ക് മേളിൽ പൂർണ്ണമായിട്ടും ഒരു സാങ്ഷൻസ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഒരു വിഷയം ചിന്തിച്ച് നോക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അവിടെയാണ് സെലൻസ്കി കിടന്നിട്ട് സെലൻസ്കി ഇരുട്ടിൽ മുങ്ങിത്തപ്പിക്കൊണ്ടിരിക്കുന്നത്. സ്പെയിൻ്റെ ഉള്ളിൽ ശരിക്കും മൊറോക്കോയോട് ചേർന്ന് കിടക്കുന്ന സ്പെയിൻ്റെ കൊളോണിയൽ കാലത്തെ കൈയടക്കി വെച്ചിരിക്കുന്ന സെയൂട്ട, മെലീലിയ പോലത്തെ സ്ഥലങ്ങളിൽ മൊറോക്കൻസ് കടന്നു കയറിയതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭത്തിൽ ഏതാണ്ട് കടലിൽ തന്നെ വെള്ളത്തിൽ മുങ്ങിയ 66 പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇതൊരു അപകട മരണമായിട്ടോ അല്ലെങ്കിൽ ഇല്ലീഗൽ ഇമിഗ്രൻ്റായിട്ട് സ്പെയിൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ച സമയത്തോ ഉണ്ടായ അപകടമാണ്. അതിലാണ് വെള്ളത്തിൽ മുങ്ങി 66 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സെയൂട്ട, അതേപോലെ മെലീല, ഈ ഏരിയകളിൽ സ്പെയിൻ്റെ ഉള്ളിലുള്ള ചാരിറ്റി പ്രവർത്തകർ, NGO യൂണിയൻ, അവർക്ക് വെള്ളവും, അതായത് ഈ കടന്നു കയറി വരുന്ന ആൾക്കാർക്ക് വെള്ളം, ഭക്ഷണമൊക്കെ അവൈലബിൾ ആക്കിക്കൊണ്ട് അവിടെ ചെറിയ രീതിയിൽ അവർക്ക് സ്നാക്കുകളൊക്കെ കൊടുത്തുകൊണ്ട് ചെറിയ രീതിയിൽ പലഹാരങ്ങളൊക്കെ കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കുകയാണ്. ഇതൊരു വിചിത്രമായ ഒരു കൾച്ചറാണ്. ശരിക്കും ഇസ്രായേൽ ഗാസയ്ക്കുള്ളിൽ ആക്രമണം നടത്തിയിട്ട് UN കീഴിൽ ഫുഡ് പ്രോഡക്ട്സ് കൊടുക്കുന്നുണ്ടല്ലോ, അതേ പരിപാടി തന്നെയാണ് സ്പെയിൻ്റെ ഉള്ളിൽ അവിടുത്തെ ഒരു NGO നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും സ്പെയിൻ ഈ ആൾക്കാരെയൊക്കെ പിടിച്ച് തിരിച്ചയക്കാൻ വേണ്ടിയിട്ട് ഇവരെ ഓടിച്ചിട്ട് പിടിക്കുകയാണ്. കടലിലാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു ബാരിക്കേഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് അത് കടന്ന് അതിനിപ്പുറം ബോട്ട് ചലിപ്പിക്കാത്ത രീതിയിൽ അവരെ പകുതി വഴിക്ക് ഇതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടാണ് ഇത്തരത്തിലുള്ള ബാരിക്കേഡുകൾ. പക്ഷേ എന്നിരുന്നാലും സ്പെയിൻ്റെ ഉള്ളിൽ 66,000 മൊറോക്കൻസ് ഇപ്പോഴും നിലവിൽ ഇല്ലീഗൽ മൈഗ്രൻറ്റുകളായിട്ട് ഇതേപോലെ വേലിയൊക്കെ പൊളിച്ചുകൊണ്ട് ചാടി വന്ന ആൾക്കാർ ഈ കഴിഞ്ഞ 2-3 ദിവസത്തിനകത്ത് വന്ന് ഒക്കുപ്പിച്ചത് ആൾക്കാരിൽ ഏതാണ്ട് 66,000 ആൾക്കാരുണ്ടെന്നാണ് പൊതുവിൽ വാർത്തകൾ വരുന്നത്. ഇവർക്കാർക്കും തന്നെ സിറ്റിസൺഷിപ്പോ അല്ലെങ്കിൽ പൗരത്വമോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ലീഗൽ ഡോക്യുമെൻസും ഇഷ്യൂ ചെയ്യില്ല എന്നാണ് സ്പെയിൻ്റെ നിലപാട്. പെഡ്രോ സാൻഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ യൂണിയൻ്റെ നിലപാടിനെ അപലപിച്ചുകൊണ്ട് സ്പെയിൻ്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള റെഫ്യൂജി കടന്നുകയറ്റം സംഭവിച്ചതിനെ വിചിത്രമായ രീതിയിലാണ് യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങളും നോക്കിക്കണ്ടതെന്നും അത് ശരിക്കും അമേരിക്കൻ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള നിലപാടുകളാണ് സ്വീകരിച്ചതെന്നുള്ള പരാതിയാണ് പെഡ്രോ സാൻസിനുള്ളത്.
പെഡ്രോ സാൻസ് തീവ്ര ഇടത് നിലപാടുള്ള വ്യക്തിയാണ്. പുള്ളിക്കാരൻ ഇങ്ങനത്തെ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചെങ്കിലും അതാരും തന്നെ വലിയ രീതിയിൽ മുഖവിലേക്ക് എടുക്കുന്നില്ല. പക്ഷേ യൂറോപ്യൻ യൂണിയൻ ഒരു മീറ്റിംഗ് കൂടും, അതിൽ ഈ വിഷയം ചർച്ച ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് റെഫ്യൂജി കാറ്റഗറിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ച നടത്തും. അതായത് ഇല്ലീഗൽ മൈഗ്രൻറ്റുകളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അവരെ ഏത് രീതിയിൽ പുറത്താക്കണം, അവരെ എങ്ങനെ ഡീറ്റെയിൻ ചെയ്യണം, ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കൃത്യമായിട്ട് അവിടെ ചർച്ച ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. പക്ഷേ എന്തായാലും സ്പെയിനിനുണ്ടായ ഈ ഒരു പ്രതിസന്ധി ഉണ്ടല്ലോ, അത് അത്ര എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റുന്ന ഒന്നല്ല. പക്ഷേ സ്പെയിൻ അതിനെ വ്യത്യസ്തമായ രീതിയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇസ്രായേലാണെന്നുണ്ടെങ്കിൽ ഗാസയ്ക്കുള്ളിൽ മാരകമായിട്ടുള്ള അറ്റാക്കുകൾ തുടരുകയാണ്. അതുപോലെ ലെബനന്റെ ഉള്ളിലും ആക്രമണങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അമേരിക്ക ആണെന്നുണ്ടെങ്കിൽ ഇറാനിന് മേളിൽ മസ്റ്റായിട്ടും ആക്രമണം നടത്തും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഡിലേ, ട്രംപ് എടുത്തിരിക്കുന്ന ഈ ഒരു ഡിലേ ഒരു ടൈം ലൈൻ ഗ്യാപ്പാണ്. ആ ഗ്യാപ്പ് ശരിക്കും ആയുധ ശേഖരണം നടത്താനും, ഇനി അഥവാ ഇന്റർസെപ്റ്റേഴ്സിന്റെ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അതും പ്രൊഡക്ഷൻ ചെയ്ത് കൃത്യമായിട്ട് അതും അവൈലബിൾ ആക്കാനും, അതേപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് പാട്രിയോട്ട് ഇന്റർസെപ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരികെ വാങ്ങിച്ച് ഉപയോഗിക്കാനുള്ള ഒരു സമയമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ആ ഒരു ഗ്യാപ്പാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഈ ഗ്യാപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരത്തിൽ റഫ് ആൻഡ് ടഫായിട്ട് അമേരിക്കയോട് പെരുമാറിക്കൊണ്ടിരിക്കുന്ന, അമേരിക്കയെ നിരന്തരം മോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇസ്രായേലിനെതിരെ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന ഇറാനെ തീർച്ചയായിട്ടും അമേരിക്ക ശക്തമായ രീതിയിൽ ആക്രമിക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും ഗാസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഞാൻ ഇൻസൈറ്റ്സ് മലയാളം ഗ്ലോബൽ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാം. ഈ വീഡിയോയിൽ പറഞ്ഞ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.